ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടീസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉണ്ടെങ്കിൽ തന്നെ അവരുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ ഉള്ളൊരു റീഡിങ്ങാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് കാർഡ് സെലക്ട് ചെയ്യുക. മനസ്സിൽ നല്ലോണം നോക്കിയിട്ട് ഒരു കാർഡ് സെലക്ട് ചെയ്യാം. ആദ്യത്തെ പിക്ചർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങാണിത്. ഈ ഫോട്ടോയിൽ കാണുന്നത് 3 പെണ്ണുങ്ങൾ കപ്പ് ഉയർത്തി ഡാൻസ് ചെയ്യുന്നു. സെലിബ്രേഷൻ ചെയ്യുന്ന പോലെയാണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്സിനെ പോലെയാണ്. നിങ്ങളുടെ ലവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്ത് അങ്ങനെ ഇരിക്കാനാണ് നിങ്ങൾക്കിഷ്ടം. അതുമാത്രമല്ല നിങ്ങളുടെ പേഴ്സണ് എന്താ പറയുന്നത്, നിങ്ങളോടാണ് എല്ലാം തുറന്നു പറയാനും എടുക്കാനും എല്ലാം ഇഷ്ടം. അല്ലാതെ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ അയാൾ താല്പര്യപ്പെടുന്നില്ല. എല്ലാ ഇഷ്ടങ്ങളും തുറന്നു പറയുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണർ. പിന്നെ ഒന്നും ഒളിച്ചു വെക്കുന്ന ഒരു കൂട്ടത്തിലല്ല പുള്ളി. അതുമാത്രമല്ല ഈ പുള്ളിക്കാരന് തേർഡ് പേഴ്സൺ കോൺസെപ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഈ സ്നേഹബന്ധത്തിൽ നിങ്ങൾ തമ്മിലുള്ള ലവ് ലൈഫിൽ 100% തരുന്നൊരു ആളായിട്ടാണ് നമുക്ക് ഇതിൽ കാണാം. പിന്നെ എന്താ പറയുന്നത്, ഒരു സിൻസിയറാണ് പുള്ളി. ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു തേർഡ് പാർട്ടി ഇല്ല. രണ്ടാമത്തെ പിക്ചർ നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചറിൽ പറയുന്നതെന്ന് വെച്ചാൽ 3 ഓഫ് പെൻറ്റക്കിൾസ്. അതായത് ഈ ഒരു പിക്ചറിൽ പറയുന്നത് ഒരു ആശാരി 2 ആളുകൾ വന്നിട്ട് പള്ളി പണിയാണ് ഇവിടെ. ഓക്കെ, ഇതിലൊരു ടീം വർക്കാണ് ഈ ഇമേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ പലരോടും അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഫ്രണ്ട്സിനോട്, കൊളീഗ്സിനോട്, നാട്ടുകാരോട്, വീട്ടുകാരോട്, എല്ലാവരോടും അഭിപ്രായം ചോദിച്ചിട്ട് മാത്രമായിരിക്കും ഒരു ഡിസിഷൻ എടുക്കുക. സ്വന്തമായിട്ടൊരു കേപ്പബിലിറ്റി ഇല്ല പുള്ളിക്ക്. ഇങ്ങനൊരു തീരുമാനം എടുത്താൽ ശരിയാവുമോ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു ആളാണ്. എന്ത് കാര്യമാണെങ്കിലും പുള്ളിക്ക് വേറൊരാളോട് എപ്പോഴും ചോദിക്കണം. അങ്ങനെയുള്ളൊരു ശീലമുള്ള ഒരു വ്യക്തിയാണിത്. എന്താ പറയുക, മറ്റു ചിലരോട് എപ്പോഴും ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കുന്നു. പിന്നെ എന്താ പറയുന്നത്, കൂടുതൽ പ്രാധാന്യം നിങ്ങൾക്കല്ല തരുന്നത്, മറ്റുള്ളവരോടാണ്. മറ്റുള്ളവരുടെ വാക്കുകളിലാണ് പുള്ളിക്ക് വിശ്വാസം. അമ്മ എന്ത് പറയുന്നു, അച്ഛൻ എന്ത് പറയുന്നു, കൂട്ടുകാരെന്ത് പറയുന്നു, അങ്ങനെയൊക്കെയാണ്. നമുക്ക് നമ്മുടെ രീതിയിൽ പോവാം എന്ന് പറഞ്ഞാലും പുള്ളിക്ക് അയ്യോ അല്ല, എൻ്റെ കൂട്ടുകാരോട് കൂടെ ഒന്ന് ചോദിക്കട്ടെ, അങ്ങനെയൊക്കെയുള്ളൊരു ടൈപ്പ് ഓഫ് മൈൻഡുള്ള ഒരാളാണ്. സത്യം പറഞ്ഞാൽ പാർട്ട്ണറെക്കാളും പുള്ളിക്ക് വിശ്വാസം മറ്റുള്ളവരെയാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറിനോട്, ഒരു പാർട്ട്ണറിനെക്കാളും കൂടുതൽ മറ്റുള്ളവരെയാണ് പുള്ളിക്ക് താല്പര്യം. മൂന്നാമത്തെ പിക്ചറിൽ പറയുന്നത് വെച്ചാൽ 3 ഓഫ് വാൻസ് ആണ്. എന്ന് വെച്ചാൽ ഇയാൾ ദൂരെ ഇരുന്നിട്ട് നിങ്ങളെ വാച്ച് ചെയ്യുകയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത് എന്നൊക്കെ അയാൾ നിരീക്ഷിക്കുക. ഒരു പക്ഷേ ചിലപ്പോൾ ഓൺലൈൻ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു ബിസിനസ് പാർട്ട്ണറായിരിക്കാം, ചിലപ്പോൾ ഒരു ഫ്രണ്ട് തന്നെയായിരിക്കാം. പക്ഷേ ദൂരെ നിന്ന് ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരെങ്ങനെ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആരുമില്ല അങ്ങനെ തോന്നും. പക്ഷെ ഉണ്ട്. പക്ഷെ കുറേ ദൂരെ ഇരുന്നിട്ട് നിങ്ങളിങ്ങനെ വാച്ച് ചെയ്യുകയാണ്. നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ്, ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ നിങ്ങളെ നോക്കുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ഗ്രോത്താണുള്ളത്, നിങ്ങൾ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്, നിങ്ങൾ സാഡായിട്ടാണോ ഇരിക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ അപ്പ് ആൻഡ് ഡൗൺസ് സംഭവിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവർക്കറിയാം എന്താണെന്നറിയോ, അവർക്ക് അറിയണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോഴാണ് പൊട്ടിപ്പോകുന്നത്, നിങ്ങളെപ്പോഴാണ് എന്താ പറയുന്നത് സാഡാവുന്നത്, നിങ്ങൾ നശിച്ചു പോകുന്നത് എപ്പോഴാണ്, എല്ലാം ഇങ്ങനെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ എവിടേക്കാണ് ട്രാവൽ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഇയാൾ ഇങ്ങനെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഒരു ഡെവിളിനെ പോലെ. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പ്രത്യക്ഷത്തിൽ അയ്യോ ഒരു നല്ല ഒരു മനുഷ്യൻ, അയ്യോ എന്തൊരു സ്നേഹം, അല്ലെങ്കിൽ എന്തൊരു ഇതുപോലെ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഡെവിളാണ്. മനസ്സിലായോ? ഒരു ഡെവിളാണ് നമുക്ക് വേണ്ടുന്ന. അവർക്കറിയാം ഇന്ന സമയത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഇന്ന സമയത്ത് പിണങ്ങിയിരിക്കുമ്പോൾ പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാം, ഇപ്പോൾ അവൻ പറഞ്ഞാൽ കേൾക്കും, അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വെറും വൃത്തികെട്ട മനസ്സാണ്.
അങ്ങനൊരു തേർഡ് പാർട്ടിയാണ് ഇത്. ഈ തേർഡ് പാർട്ടി അവർ വെറും ഒരു മനസ്സ് വെറും ഒരു വൃത്തികെട്ടൊരു മാനസിക ചിന്താഗതിയുള്ള ഒരാളാണ്. ചിലവർ നമ്മുടെ മുഖത്ത് നോക്കി നമ്മുടെ കുറ്റങ്ങളെല്ലാം പറയും. അവരെ നമ്മൾ അത്രയും പേടിക്കണം. പക്ഷേ നമ്മുടെ കൂടെ നിന്നിട്ടെന്നല്ല ഞാൻ പറയുന്നത്, എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഡെവിളിൻ്റെ സ്വഭാവത്തോടു കൂടി നമ്മളോട് സംസാരിക്കുന്ന, നമ്മുടെ റിലേഷൻ ബ്രേക്ക് ചെയ്യാൻ വരുന്ന ഒരു വൃത്തികെട്ട ഒരു തേർഡ് പാർട്ടിയാണിത്. ഇതുപോലുള്ള ലവ് ടാരോട്ടിന് വേണ്ടി പ്ലീസ് കമൻറ്റ് ബിലോ.